ഒരു രക്ഷയുമില്ലാത്ത ഗെയിം പ്ലാനാണ് ജിൻഡോയുടെ കേട്ടോ. ഞാൻ അല്പം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ജിൻഡോയുടെ ഗെയിം പ്ലാനിനെ പറ്റി. അത് രതീഷിനോട് ജിൻഡോ പറയുന്നതാണ്. അന്നേരം എനിക്ക് തോന്നിയത് വേറെ ആരും അതിനെപ്പറ്റി സംസാരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പിന്നെ ജിൻഡോയുടെ ഒരു ചെറിയൊരു തോന്നലായിരിക്കും എന്ന്. ജിൻഡോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചിന്തിക്കാറും പ്രവർത്തിക്കാറും ഒക്കെ ഉണ്ടല്ലോ. അത് പലപ്പോഴും ശരിയായിട്ട് വരികയും ചെയ്യും. അങ്ങനെ ഒരു ഗെയിം ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം ഞാൻ ഗബ്രിയും അർജുനും അക്ബരയും തമ്മിൽ സംസാരിക്കുമ്പം സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ജിൻഡോ പറഞ്ഞ കാര്യങ്ങൾ അവരവിടെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ജിൻഡോ രതീഷിനോട് പറഞ്ഞത് എന്താണ്? ജാസ്മിനും ഫ്രീദുവും പവർ ടീമിലേക്ക് കയറാൻ വേണ്ടി ആണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. അതിനുവേണ്ടി അർജുനും ഗബ്രിയുമായിട്ടൊരു ടൈപ്പ് ഉണ്ട് എന്നാണ് ജിൻഡോ രതീഷിനോട് പറഞ്ഞത്. ഇപ്പം ഗബ്രിയും അർജുനും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പം ഗബ്രി പറയുന്നു, ഞാൻ ക്യാപ്റ്റനായാൽ ഫ്രീദുവിനെയും ജാസ്മിനെയും ഞാൻ പവർ ടീമിലേക്ക് ഇടും എന്ന് ഗബ്രി അർജുനോട് പറയുന്നു. അതാണ് നമ്മളെ ഞെട്ടിപ്പിച്ചത്. ഈ സംഭവം തന്നെയാണ് അല്പം മുമ്പ് രതീഷിനോട് ജിൻഡപ്പം പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇവരത് മനസ്സിൽ കണ്ടപ്പം ജിൻഡോ അത് മാനത്ത് കണ്ടു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഇത് ഇങ്ങനെയൊരു ടോക്ക് അവിടെ ഉണ്ടായിട്ടേ ഇല്ല. നമുക്കത് സംശയമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ളത്. പിന്നെ ഗെയിം വലിയ കുഴപ്പമില്ലാതെ കളിച്ചു ഫ്രീദുവും ജാസ്മിനും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരു തന്ത്രം ഇവിടെ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ളത് ജിൻഡപ്പൻ നേരത്തെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നെക്സ്റ്റ് ടീം, തൻ്റെ ടീം തോറ്റാലും വേണ്ടില്ല, നെക്സ്റ്റ് ടീമിനെ ആദ്യമേ തോൽപ്പിക്കുക എന്നുള്ള തന്ത്രത്തിന് നമ്മുടെ ജിൻഡപ്പൻ മുൻകൈ എടുത്ത് അവിടെ പോയി അവരെ അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചത്. എന്തൊരു മനുഷ്യനല്ലേ ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. പിന്നെ ജിൻഡോയ്ക്ക് വേറെ ഒരു കാര്യം കൊണ്ട് ജിൻഡോ വിചാരിക്കാം. കാരണം ഞാൻ വലുതായിട്ട് കഷ്ടപ്പെട്ടു തൻ്റെ ടീമിനെ, ജാസ്മിനും ഫ്രീദും ഒക്കെയുള്ള ടീമിനെ വിജയിപ്പിച്ചു എന്നിരിക്കട്ടെ. ജാസ്മിനോ ഒരു കാരണവശാലും ജിൻഡോയെ ക്യാപ്റ്റനാക്കാൻ ഫ്രീദുവും ജാസ്മിനും സമ്മതിക്കത്തില്ല. അൻഫിബ ചിലപ്പോൾ ഒരു സമ്മതിച്ചെന്നിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ ജാസ്മിനോ ഫ്രീദുവോ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാലും ജിൻഡോയെ ഒരു കാരണവശാലും പവർ ടീമിലേക്ക് എടുക്കത്തില്ല. അവരെ ഫ്രീദു ആയാലും നമ്മളെ ജാസ്മിനായാലും എടുക്കാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ അൻഫിബ എടുക്കും, ജിൻഡോയെ എടുക്കത്തില്ല. പിന്നെ അവരെടുക്കാൻ സാധ്യതയുള്ളത് റസ്മിനെയും ഗബ്രിയെയും നമ്മുടെ അർജുനെയും ഫിജോയും ഒക്കെ ആയിരിക്കും. അതാണ് ജിൻഡോ വിചാരിച്ചത്. ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ ടീമിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഏതായാലും ക്യാപ്റ്റൻസി എനിക്ക് കിട്ടത്തില്ല, പവർ ടീമിലേക്ക് എനിക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ എന്തിനു കഷ്ടപ്പെടുന്നു? അതുകൊണ്ടാണ് മറ്റ് ടീമുകളിലെ പവർ ടീമുമായിട്ടും നമ്മുടെ അഭിഷേകിൻ്റെ ടീമുമായി ടൈപ്പ് ഉണ്ടാക്കി എങ്ങനെയും പവർ ടീമിലോ ക്യാപ്റ്റനോ ആകാൻ വേണ്ടിയാണ് ജിൻഡോ കളിച്ചത്. ആ കളിയാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത്. അത് ജിൻഡോയുടെ മനസ്സിൽ പറഞ്ഞ കാര്യങ്ങളും രതീഷിനോട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അച്ചട്ടായിരുന്നു എന്ന് ഗബ്രിയും അർജുനും തമ്മിൽ സംസാരിച്ചപ്പം അത് നമുക്ക് വ്യക്തമായി. ഈ മനുഷ്യൻ്റെ ഗെയിം ഒരു രക്ഷയില്ല മക്കളെ. എന്തെന്താ ഒന്നൊന്നര ഗെയിമാണ് ജിൻഡോ കളിക്കുന്നത്.